നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യനായി തീർന്നു. അപ്പൊ എല്ലാ മനുഷ്യരും പാപികളാണ്. ഈ പാപമാണ് നിത്യജീവൻ പ്രാപിക്കുന്നതിന് മനുഷ്യന് തടസ്സമായി മനുഷ്യനിൽ കുടികൊള്ളുന്ന കടകം പാപമാണ്. എല്ലാവരും പാപികളാണ്. അപ്പോൾ ദൈവത്തിന്റെ നീതിയുടെ ഭാഗമായി ക്രിസ്തു എന്തു ചെയ്തു? ആ പാപത്തിനു പരിഹാരം ചെയ്തു. ഇതാണ് ക്രിസ്തു ചെയ്തത്. മനുഷ്യരെ എല്ലാം സ്നേഹിക്കുന്നു, ഒരുവൻ പോലും നശിക്കരുതെന്ന് ദൈവത്തിന്റെ നീതി. എല്ലാവരും രക്ഷ പ്രാപിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് മനുഷ്യനിൽ കൂടി കൊള്ളുന്ന പാപമാണ്. അപ്പോൾ മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതി പിതാവായ ദൈവം തന്റെ ദൈവത്വം വേണ്ടെന്ന് വെച്ച് യേശുവിനെ ലോകത്തിലേക്ക് അയച്ച് പാപമില്ലാത്തവനായി ഭൂമിയിൽ പിറന്ന് പാപികളോടുകൂടെ എണ്ണപ്പെട്ട് രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ കുരിശിൽ തറച്ച് മനുഷ്യന് സങ്കല്പിക്കാനാവാത്ത വിധം പീഡ സഹിച്ച് കുരിശിൽ മരിച്ച് പാപത്തിനു പരിഹാരം ചെയ്തു. മരണത്തെയും പാപത്തെയും പിശാചിനെയും ഒരേപോലെ പരാജയപ്പെടുത്തിക്കൊണ്ട രക്ഷകൻ ക്രിസ്തു. അവനാണ് ലോകത്തിന്റെ രക്ഷകൻ എന്ന് പ്രഖ്യാപിക്കപ്പെടാൻ കാരണം അവനാണ് പാപപരിഹാര ബലിയർപ്പിച്ച ദൈവം. അവൻ വഴിയല്ലാതെ ഒരുവനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. എല്ലാവരും നിത്യജീവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണം എന്നത് ദൈവത്തിന്റെ നീതിയാണ്. അപ്പോൾ ദൈവം പാപത്തിന് പരിഹാരം ചെയ്തു. എല്ലാ മനുഷ്യർക്കും ഈ സൗജന്യമായ പാപക്ഷമ സംലഭ്യമാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോവുകയില്ല എന്നുള്ള സുവിശേഷം അത് കർത്താവ് തന്റെ ദൗത്യം പൂർത്തിയാക്കി ഉയർത്തെഴുന്നേറ്റതിന് ശേഷം തന്റെ ശിഷ്യരെയെല്ലാം വിളിച്ചടുത്തിരുത്തി അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാവരോടും ഒരു മനുഷ്യൻ ഒഴിയാതെ ലോകത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ രക്ഷയുടെ സുവിശേഷം, സൗജന്യ പാപക്ഷമയുടെ സുവിശേഷം, രക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവം നിങ്ങൾക്കുണ്ടെന്നുള്ള സുവിശേഷം പ്രഘോഷിക്കാൻ ശിഷ്യരെ ചുമതലപ്പെടുത്തി. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ തോമാസ് ലീഗ ഭാരതത്തിൽ വന്ന് സുവിശേഷം പറഞ്ഞത്. അതുകൊണ്ടാണ് കല്ലാനോട് ക്രിസ്ത്യാനി ഉള്ളത്. അപ്പോൾ ദൈവത്തിന്റെ നീതിയുടെ ഭാഗമാണ് ഈ സുവിശേഷ പ്രഘോഷണം. ഇനി ഈ യേശു ക്രിസ്തു എന്താ ചെയ്തത്? അവൻ നമ്മുടെ